പോരാളി അദ്ധ്യായം 28. നിന്ന നിൽപ്പിൽ കുടുകുടെ വിയർക്കാൻ തുടങ്ങിയിരുന്നു മാധവൻ. നിസ്സഹായതയോടെ അയാൾ മരുമകനെ നോക്കി. കമ്മീഷണർ അനന്തനും തന്റെ ഭാര്യ പിതാവിനെ എപ്രകാരമാണ് രക്ഷിക്കുകയെന്ന് ചിന്തിച്ചു നിൽക്കുകയായിരുന്നു. SP ജയശങ്കർ ഒരു ഹാൻഡ് കഫ് ഒരു കോൺസ്റ്റബിളിന്റെ കയ്യിൽ കൊടുത്തു. അയാൾ അതുമായി മാധവന്റെ മുന്നിലെത്തി. കൈ നീട്ടുവാൻ മാധവൻ തയ്യാറായില്ല. കോൺസ്റ്റബിൾ SP നോക്കി. മാധവൻ ആ കൈകൾ നീട്ടിയേരി. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ജീൻസും ഷർട്ടും ആരുടേതാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ. ജയശങ്കർ ബലമായി അയാളുടെ കൈകൾ മുന്നോട്ട് തിരിക്കുവാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് അനന്തൻ ശബ്ദമുയർത്തി, ജയശങ്കർ നോ. ജയശങ്കർ തോളിന് മുകളിലൂടെ തല തിരിച്ചു. ഈ ഒരു നിസാര പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് തന്റെ സമ്മതം എനിക്ക് വേണ്ടല്ലോ. ഒരാളെ കസ്റ്റഡിയിലെടുക്കണം എന്ന് തീരുമാനിച്ചാൽ അത് നടത്താതെ ഞാൻ പിന്നോട്ട് പോകില്ല. പിന്നെ പ്രശ്നം നിസ്സാരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള നേരമായിട്ടില്ല താനും. ഇതിലേക്കാളൊക്കെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നമ്മൾ ആൾക്കാരെ കസ്റ്റഡിയിലെടുക്കാറില്ലേ? തന്റെ അമ്മാവിയപ്പന് വേണ്ടി ഇനി ചരിത്രം മാറ്റിക്കുറിക്കാനൊന്നും ശ്രമിക്കേണ്ട. ജയശങ്കർ മാധവന്റെ കൈകൾ പിടിച്ച് കോൺസ്റ്റബിളിന് നേരെ നീട്ടി. വിലങ്ങ് വീണു. കമോൺ ജയശങ്കർ, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഞാൻ നിങ്ങളുടെ ഓഫീസിലെത്തിക്കാം. അതുപോരെ? പോരല്ലോ. എന്നോട് എന്തു പറയണമെന്നും മറ്റും ഇങ്ങേർക്ക് ക്ലാസ് കൊടുക്കാനുള്ള അവസരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അനന്തൻ ഒന്ന് വിളറി. ജയശങ്കർ മാധവന്റെ തോളിൽ പിടിച്ച് മുന്നോട്ട് തള്ളി. TV-കാർ ഇതെല്ലാം ക്യാമറയിലാക്കുന്നുണ്ടായിരുന്നു. മാധവന്റെ ഭാര്യയും മക്കളും നിലവിളിച്ചു. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ. അദ്ദേഹത്തെ വെറുതെ കൊണ്ടുപോകരുത്. ജയശങ്കർ അവരെ നോക്കി. സോറി, ഞങ്ങളാരും ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു സാറേ. മാധവന്റെ ഭാര്യ പറഞ്ഞു. മിനിഞ്ഞാന്ന് ഉണ്ടായിരുന്നല്ലോ. സ്ത്രീ സമ്മതിച്ചു. അപ്പോൾ പിന്നെ 2 ദിവസങ്ങളായി ഇവിടെ ഇല്ലായിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞതോ? തന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ജയശങ്കർ അങ്ങനെ ചോദിച്ചപ്പോൾ വിളറിപ്പോയി മാധവൻ. അതിനിടെ കുറ്റപ്പെടുത്തും പോലെ തന്റെ ഭാര്യയെ ഒന്ന് നോക്കാനും അയാൾ മറന്നില്ല. എന്താ മാധവ, തന്റെ നാവിറങ്ങിപ്പോയോ? സാർ അത് വേണ്ട, ബുദ്ധിമുട്ടണ്ട. എന്താണുണ്ടായതെന്നൊക്കെ തന്നെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. സിദ്ദിഖ് വിളിച്ചിട്ട് ജയശങ്കർ തിരിഞ്ഞു നടന്നു. സാർ, അർത്ഥം മനസ്സിലാക്കിയ അയാൾ മാധവനെ മുന്നോട്ട് തള്ളി. ജയശങ്കറിന്റെ ജിപ്സിയും മാധവനുമായി പോലീസ് ജീപ്പ് അകന്നുപോയി. ഇത്തവണ പോലീസ് നായയും ജീപ്പിലാണ് പോയത്. ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി കമ്മീഷണർ അനന്തൻ. നീയെന്താ അനന്ത ഇങ്ങനെ നിൽക്കുന്നത്? വേഗം അദ്ദേഹത്തെ ഇറക്കണം, അല്ലെങ്കിൽ ആ ചെകുത്താൻ അദ്ദേഹത്തെ തല്ലിക്കൊല്ലും. ഭാര്യ മാതാവ് പറഞ്ഞപ്പോൾ അനന്തൻ പിടഞ്ഞുണർന്നു. പിന്നെ ധൃതിയിൽ തന്റെ കാറിൽ കയറി ഓടിച്ചു പോയി. എത്രയും വേഗം മാധവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചില്ലെങ്കിൽ ആകെ കുഴയുമെന്ന് ജയശങ്കർക്കും അറിയാമായിരുന്നു. അനന്തൻ വെറുതെ ഇരിക്കില്ല. മാധവനെ വിടാൻ പല കേന്ദ്രങ്ങളിൽ നിന്നും പ്രഷറുണ്ടാകും. സ്റ്റേഷനിൽ എത്തി പോലീസുകാരെ അവിടെ ഇറക്കിയ ഉടനെ മാധവനുമായി തന്റെ ജീപ്പിൽ കയറുവാൻ ജയശങ്കർ CA സിദ്ദിഖിനോട് പറഞ്ഞു. അയാൾ അപ്രകാരം ചെയ്തു. പോലീസുകാരുടെ മറ്റൊരു സങ്കേതത്തിലേക്കായിരുന്നു ആ യാത്ര. ടോർച്ചർ റൂം. പൊള്ളുന്ന ചൂട് വമിക്കുന്ന ബൾബിന് കീഴെ കസേരയിൽ കൈകൾ രണ്ടും പിന്നിലേക്ക് ബന്ധിക്കപ്പെട്ട നിലയിൽ മാധവൻ ഇരുന്നു. അണ്ടർവെയർ മാത്രമായിരുന്നു അയാളുടെ വേഷം. ഉള്ളിലെ പാരവശ്യവും ലൈറ്റിന്റെ ചൂടും കാരണം അയാളുടെ ശരീരം വിയർപ്പിൽ കുളിച്ചു. ജയശങ്കർ പറഞ്ഞതനുസരിച്ച് ഇത്രയും ചെയ്തതിനു ശേഷം കാത്തു നിൽക്കുകയായിരുന്നു CA സിദ്ദിഖ്. 10 മിനിറ്റോളം ആ ലൈറ്റിൻ കീഴിൽ ഇരുന്നപ്പോൾ മാധവന് കടുത്ത ദാഹമായി. നാവും തൊണ്ടയും ഉണങ്ങിക്കരിഞ്ഞതുപോലെ. ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അയാൾ സിദ്ദിഖിനെ നോക്കി. എന്താ വെള്ളം? ഇത്ര പെട്ടെന്നോ? താൻ ഇനിയും ഒരുപാട് ദാഹിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. എല്ലാം കൂടി അവസാനം ഒന്നിച്ചു കുടിക്കാം, ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ. അയാളെ ഭയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് സിദ്ദിഖ് അങ്ങനെ പറഞ്ഞത്. അത് ഏൽക്കുകയും ചെയ്തു. ഇവിടെ തന്റെ അന്ത്യമാണെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. അപ്പോൾ സിദ്ദിഖ് പിന്നെയും പറഞ്ഞു, ജയശങ്കർ സാർ ചോദിക്കുന്നതിനൊക്കെ സത്യസന്ധമായ ഉത്തരങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഭരണകക്ഷിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് നിങ്ങളെന്നോ VIP ആണെന്നോ ഒന്നും നോക്കുന്നവനല്ല അദ്ദേഹം. ഇടിച്ച് പരിപ്പിളക്കും. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാത്രം. നിങ്ങളുടെ മരുമകൻ കമ്മീഷണർ സാറെന്നും വിചാരിച്ചാൽ ഇവിടെ നിന്ന് ഊരിപ്പോവാമെന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്നുള്ളത് അറിയാവുന്ന 2 പേരേ ഉള്ളൂ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. SP ജയശങ്കർ സാറും പിന്നെ ഞാനും. മാധവന്റെ അർദ്ധജീവൻ ഇപ്പോൾ തന്നെ നഷ്ടമായി കഴിഞ്ഞിരുന്നു. വിവശനായി അയാൾ തലകുനിച്ചിരുന്നു. അപ്പോൾ വാതിൽക്കൽ പാദപതന ശബ്ദം കേട്ടു. കാതിനുള്ളിൽ സൂചികൾ പോലെ അത് തുളഞ്ഞിറങ്ങുകയാണെന്ന് തോന്നിയപ്പോൾ നടുക്കത്തോടെ മാധവൻ തല തിരിച്ചു. സിദ്ദിഖ് പിന്നോട്ട് മാറി. ജയശങ്കർ വെളിച്ചത്തിലേക്ക് വന്നു. മാധവ, ആ ശബ്ദം അടച്ചിട്ട മുറിക്കുള്ളിൽ പ്രതിധ്വനിച്ചു. എന്തു തീരുമാനിച്ചു താൻ?
എനിക്കൊന്നും അറിയില്ല സാർ. ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? മാധവൻ മിണ്ടിയില്ല. കുറ്റവാളികളോട് യാതൊരു ദയയുമില്ലാതെ പെരുമാറുന്നവനാണ് ഞാനെന്ന് ഒരു ദുഷ്പേര് ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് താൻ എന്നെ മനഃപൂർവ്വം പേരുദോഷം കൽപ്പിക്കല്ലേ മാധവ. വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം മാധവന് വ്യക്തമായി. പേടിയോടെ അയാൾ ജയശങ്കറുടെ മുഖത്തേക്ക് നോക്കി. പറയൂ, ആ ജീൻസും ഷർട്ടും ആരുടേതാണ്? ആരാണ് നിങ്ങളുടെ അതിഥിയായി അവിടെ കഴിഞ്ഞത്? എനിക്ക് അറിയില്ല സാർ. പറഞ്ഞു തീർന്നതിന് മുൻപ് തന്നെ ഠേ എന്നൊരു ശബ്ദമുയർന്നു. മാധവന്റെ ചെവി അടക്കമാണ് ജയശങ്കറുടെ വലത് കൈ ആഞ്ഞു പതിച്ചത്. തന്റെ ഒരവയവം ആരെങ്കിലും വലിച്ചു പറിക്കുന്ന വേദനയിൽ നിലവിളിച്ചു പോയി മാധവൻ. കാതിൽ കടന്നലുകളുടെ മൂളൽ മാത്രമേ അയാൾ കേട്ടുള്ളൂ. പറഞ്ഞില്ലെങ്കിൽ പോലീസുകാരുടെ ഒരുപാട് കലാപരിപാടികൾ അനുഭവിച്ച് ആസ്വദിക്കേണ്ടി വരും നിങ്ങൾക്ക്. ജയശങ്കർ കാലുയർത്തി. എന്നെ ഇനി ഉപദ്രവിക്കല്ലേ സാറേ. അറിയാവുന്നതൊക്കെ ഞാൻ പറയാം. സാർ വിശ്വസിക്കണം. അത് പിന്നെ തീരുമാനിക്കാം. ആദ്യം താൻ കാര്യം പറയൂ. ജയശങ്കർ ഒരു സിഗരറ്റിനെ തീ കൊളുത്തി. പിന്നെ സിദ്ദിഖിനെ നോക്കി. സിദ്ദിഖ് ഒരു ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു വെച്ചു. സത്യമായിട്ടും ഇന്നലെ ഞങ്ങളാരും അവിടെ ഇല്ലായിരുന്നു സാർ. പിന്നെ എവിടെയായിരുന്നു? മകളുടെ അരികിൽ, അനന്തന്റെ വീട്ടിൽ. എന്താ അവിടെ പോയി താമസിക്കുവാൻ കാരണം? ഇന്നലെ അനന്തന്റെ പെങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. രാത്രി അവിടെ തന്നെ നിൽക്കാൻ കാരണം? ഈ സിറ്റിയിൽ തന്നെയാണല്ലോ 2 വീടുകളും. അത് ടെൽമി. അനന്തൻ പറഞ്ഞു ഇന്നലെ പോരണ്ടെന്ന്. എന്തോ മനസ്സിലായ മട്ടിൽ തലയാട്ടിക്കൊണ്ട് ജയശങ്കർ സിഗരറ്റ് തറയിലിട്ട് ഷൂസ് കൊണ്ട് ചവിട്ടി അരച്ചു. പിന്നെ 2 ദിവസമായി നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു എന്ന് പറയാൻ നിർദ്ദേശിച്ചതും അനന്തൻ തന്നെയായിരുന്നു അല്ലേ? മാധവൻ മൗനം പാലിച്ചു. പറയടോ. അതെ സാർ. ജയശങ്കർ അണപ്പല്ലുകൾ ഞെരിച്ചമർത്തി. പിന്നെ ടേപ്പ് റെക്കോർഡറിൽ നിന്നും കാസറ്റ് എടുത്തു. സിദ്ദിഖ് സാർ, ഇയാളെ ലോക്കപ്പ് ചെയ്യണം സാർ. SP ജയശങ്കർ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോയി. അധ്യായം 29. മാരുതി ജിപ്സിയിലേക്ക് കുതിച്ചു കയറുകയായിരുന്നു SP ജയശങ്കർ. സ്വിച്ച് കീ തിരിഞ്ഞു. ക്ലച്ച് അമർന്നു. ഗിയർ തെന്നിമാറി. ആക്സിലേറ്റർ ഞെരിഞ്ഞു. ഒറ്റ കുതിപ്പായിരുന്നു ജിപ്സി. ഗേറ്റ് കടന്ന് റോഡിലെത്തിയ അത് തറ ഞെരിച്ചുകൊണ്ട് പാഞ്ഞു. അപ്പോൾ തന്റെ ഭാര്യ പിതാവ് എവിടെയാണെന്നറിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു കമ്മീഷണർ അനന്തൻ. പോലീസ് സ്റ്റേഷനിൽ തിരക്കിയപ്പോൾ SP അയാളുമായി പോയി എന്നല്ലാതെ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് കണ്ടെത്താൻ അനന്തനും കഴിഞ്ഞില്ല. ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ SP ഔട്ട് ഓഫ് സ്റ്റേഷനാണെന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ. മാധവനെ വിടുവിക്കാൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും നേരിട്ടുള്ള നിർദ്ദേശം വാങ്ങിക്കൊണ്ടായിരുന്നു അനന്തന്റെ യാത്ര. വാസ്തവത്തിൽ അനന്തനും അത്ഭുതമായിരുന്നു. തനിക്ക് പോലും മനസ്സിലാകാത്ത ഏതു ഭാഗത്തേക്കാണ് ജയശങ്കർ അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ സിറ്റിയിൽ തനിക്കറിയാത്ത പോലീസ് കേന്ദ്രങ്ങൾ ഒന്നുമില്ലതാനും. ഒരു പക്ഷേ ജയശങ്കർ തന്റെ ഇത്തരം ഒരു നീക്കത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുകൂടി ഉണ്ടാവില്ല. എങ്കിലും ഇങ്ങനെ ഒരപകടം എവിടെ നിന്നെങ്കിലും അയാൾ പ്രതീക്ഷിച്ചിരിക്കണം. ജയശങ്കറെ എവിടെ കണ്ടാലും തന്നെ വിവരമറിയിക്കണമെന്ന് ഫ്ലൈയിങ് സ്ക്വാഡിന് വയർലെസ് സന്ദേശം നൽകിയിരിക്കുകയാണ് അനന്തൻ. അങ്ങനെയിരിക്കുമ്പോൾ മെസ്സേജ് കിട്ടി. സിറ്റിയിലൂടെ മാരുതി ജിപ്സിയിൽ ജയശങ്കർ ചീറിപ്പാഞ്ഞു പോകുന്നു. പക്ഷേ അയാളെ തടഞ്ഞു നിർത്താനുള്ള ധൈര്യമൊന്നും ഒരു സ്ക്വാഡിനും ഉണ്ടായിരുന്നില്ല. ജയശങ്കറുടെ യാത്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്കായിരുന്നു. നക്സൽ ഭീഷണി കാരണം ഇപ്പോഴും ഔദ്യോഗിക ചടങ്ങുകളിൽ മാത്രം പങ്കുകൊണ്ട് കഴിയുകയായിരുന്നു ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞ്. ജിപ്സിയിൽ നിന്നും ജയശങ്കർ ഇറങ്ങിയപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ വന്ന് അറ്റൻഷനായി. മന്ത്രി ഉണ്ടോടോ? ഉണ്ട് സാർ. ജയശങ്കർ സിറ്റൗട്ടിൽ കയറി. കോളിംഗ് ബെല്ലമർത്തി. പുറത്ത് വേറെയും ചില വാഹനങ്ങൾ കിടപ്പുണ്ടായിരുന്നു. മന്ത്രിയുടെ അരികിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന് വ്യക്തം. PA വന്ന് വാതിൽ തുറന്നു. ജയശങ്കറെ കണ്ടപ്പോൾ നെറ്റിച്ചുളിച്ചു. അദ്ദേഹത്തെ കാണണം. കടന്നിരിക്കൂ പറഞ്ഞിട്ട് PA അകത്തേക്ക് പോയി. വിസിറ്റിംഗ് റൂമിൽ ജയശങ്കർ ഇരുന്നു. അകത്ത് ആരുടെയോ ചിരി കേട്ടു. വരാൻ പറഞ്ഞു. PA തിരികെ വന്ന് അറിയിച്ചു. ഓഫീസ് റൂമിലായിരുന്നു മന്ത്രി. ജയശങ്കർ വാതിലിൽ മൃദുവായി തട്ടി. യെസ്. അയാൾ കടന്നു ചെന്ന് സല്യൂട്ട് ചെയ്തു. മന്ത്രിയുടെ മുഖം കണ്ടപ്പോഴേ രംഗം ശരിയല്ലെന്ന് ജയശങ്കർക്ക് മനസ്സിലായി. പോരെങ്കിൽ തൊട്ടരികിൽ MLA നാട്ടകം ചന്ദ്രനും വേറെ ചിലരും ഉണ്ടായിരുന്നു. എന്ത് തോന്നിയാസമാടോ താനീ കാണിക്കുന്നത്? മന്ത്രി ശബ്ദമുയർത്തി. നാട്ടകം ചന്ദ്രനും മറ്റും ചിരിച്ചു. കോട്ടയത്തെ പ്രശ്നങ്ങൾ ജയശങ്കർ മനസ്സിലോർത്തു. എന്താടോ തന്റെ വായിൽ നാവില്ലേ? മന്ത്രി വീണ്ടും തിരക്കി. യെസ് സാർ. അയാൾ നാക്ക് നീട്ടി കാണിച്ചു. റാസ്കൽ. മന്ത്രി കസേരയിൽ നിന്നും ചാടി എണീറ്റു. തനിക്കൊക്കെ കാക്കി നൽകുവാൻ സർക്കാരിന് കഴിയുമെങ്കിൽ അത് മടക്കി വാങ്ങാനും ഞങ്ങൾക്കറിയാം. അണ്ടർസ്റ്റാൻഡ്? സാർ. ഇങ്ങനെ എന്തു പറഞ്ഞാലും സാർ സാർ എന്ന് പറയാതെ വായി തുറന്ന് എന്തെങ്കിലും ഒന്ന് മൊഴിയടോ. സാർ, അങ്ങ് ചോദ്യങ്ങൾ ചോദിക്കാതെ ഞാൻ എന്തുത്തരം പറയാനാണ്?
കണ്ടോ അവന്റെ ധിക്കാരം കണ്ടോ? കാക്കി ശരീരത്തുള്ളതിന്റെ അഹങ്കാരം ആഭ്യന്തരമന്ത്രിയോട് തന്നെ. കിട്ടിയ അവസരം നോക്കി നാട്ടകം ചന്ദ്രൻ യൂനുസ് കുഞ്ഞിനെ എരികയറ്റി. ജയശങ്കർ തിരിഞ്ഞ് അയാളെ നോക്കി. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിങ്ങൾക്കെന്ത് കാര്യം? ജയശങ്കർ, എന്റെ മുന്നിൽ വന്നു നിന്നിട്ട് എന്റെ അതിഥികളോട് അപമര്യാദ കാട്ടുന്നോ? നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. കാക്കി ഊരിച്ച് ഇവനെയൊക്കെ ഏതെങ്കിലും മൂലയിൽ ഇരുത്തുകയാണ് വേണ്ടത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവാൻ എന്ത് യോഗ്യതയാണ് ഇവനുള്ളത്? നാട്ടകം ചന്ദ്രന് വിടാൻ ഭാവമില്ല. ഏതായാലും തന്നേക്കാൾ യോഗ്യതയുണ്ട് എനിക്ക്. ഇതുപോലൊരു പദവിയിലെത്തണമെങ്കിൽ താനൊക്കെ 4 ജന്മം തപസ് ചെയ്യണം. കള്ളനോട്ടും വ്യഭിചാരവും കൂട്ടിക്കൊടുപ്പും അടിപിടിയും കൂലിത്തൊഴിലാക്കിയ താനൊക്കെ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് പാവങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് ഈ നിലയിലെത്തിയതിന്റെ ഗുണപതികാരങ്ങൾ എന്നെക്കൊണ്ട് കൂടുതൽ എണ്ണിപ്പിക്കല്ലേ. ഷട്ടപ്പ് യു സ്കൗണ്ട്രൽ! മന്ത്രി യൂനുസ് കുഞ്ഞ് കൈചൂണ്ടി. ഈ നിമിഷം മുതൽ നീ പോലീസിലില്ല. യു ആർ സസ്പെൻഡഡ്. തീർച്ചയാണോ സാർ? യെസ്. ഓർഡർ അരമണിക്കൂറിനുള്ളിൽ ഫാക്സ് വഴി നിന്റെ ഓഫീസിലെത്തും. അപ്പോൾ ഈ നിമിഷം മുതൽ ഞാൻ പോലീസിലല്ല. അതെ. ജയശങ്കർ പെട്ടെന്ന് തൊപ്പിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. പിന്നെ കസേര വലിച്ചിട്ട് ഇരുന്നു. എടോ, എന്റെ മുന്നിൽ ഇരിക്കുന്നോ? എണീക്കടോ! മന്ത്രി അയാളെ തല്ലാനായി കൈയോങ്ങി. വെറുതെ ചൂടാകല്ലേ സാറേ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കീഴ് ജീവനക്കാരനൊന്നുമല്ല, മറക്കണ്ട. പിന്നെ കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരുന്ന് ചൊറി കുത്തിയപ്പോൾ എന്റെ കൈയുടെ ചൂടറിഞ്ഞ കാര്യം മറന്നിട്ടില്ലല്ലോ? വിളറിപ്പോയി ആഭ്യന്തരമന്ത്രി. അന്ന് ഒരു ധർണയ്ക്കിടയിൽ ജയശങ്കർ തന്നെ തല്ലിയ കാര്യം ഒരു നിമിഷം ഓർത്തുപോയി യൂനുസ് കുഞ്ഞ്. അയാൾ തന്റെ സീറ്റിലിരുന്നു. കുറെ കാലമായി നിങ്ങളോട് നല്ല 4 വർത്തമാനം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങളുടെ ഗുണം കൊണ്ടൊന്നുമല്ല ഈ രാജ്യത്തെ പോലീസുകാർ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നത്. നിങ്ങളിരിക്കുന്ന കസേരയുടെ പദവി ഓർത്തിട്ടാ. ഈ കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ യൂനുസ് കുഞ്ഞ് എന്ന് പറയുന്ന നിങ്ങളും തെരുവ് തണ്ടിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, അറിയാമോ? ജയശങ്കറെ എങ്ങനെ നേരിടണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു യൂനുസ് കുഞ്ഞ്. ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യിക്കാവുന്നതേയുള്ളൂ. പക്ഷേ അതായിരുന്നില്ല അപ്പോൾ മന്ത്രിയുടെ മനസ്സിൽ. ജയശങ്കർ തുടരുകയാണ്. മന്ത്രി കസേര പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓശാന പാടുന്ന നാട്ടകം ചന്ദ്രൻ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. മറ്റൊന്നുകൂടി, എന്നെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ഡിസ്മിസ് ചെയ്തതുകൊണ്ടോ ഒന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല സാർ. അയാൾ എണീറ്റു. അരമണിക്കൂറിനുള്ളിൽ എന്റെ ഓഫീസിൽ സസ്പെൻഷൻ ഓർഡർ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ? യെസ്. എങ്കിൽ തൊട്ടടുത്ത മിനിറ്റിൽ ഞാനൊരു പ്രസ് കോൺഫറൻസ് നടത്തും. അത് കഴിയുമ്പോൾ ആഭ്യന്തരമന്ത്രിയായി ഇപ്പോൾ വിലസുന്ന നിങ്ങൾ ഈ കസേരയിൽ ഉണ്ടായിരിക്കില്ല. അതിനുശേഷം അങ്ങ് തെരുവിലേക്ക് വാ, അവിടെ വെച്ച് കാണാം നമുക്ക്. ജയശങ്കർ എണീറ്റ് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. സല്യൂട്ട് ചെയ്തു. ആഭ്യന്തരമന്ത്രിക്ക് എന്നിൽ നിന്ന് കിട്ടുന്ന അവസാനത്തെ സല്യൂട്ടായിക്കോട്ടെ ഇത്. അയാൾ തിരിഞ്ഞു നടന്നു. മുറിയിൽ നിശബ്ദത പരന്നു. വാതിൽക്കൽ എത്തും മുൻപ് ജയശങ്കർ തിരിഞ്ഞു നിന്നു തിരക്കി. കാസിം സുലൈമാൻ എന്നൊരാളെ പരിചയമുണ്ടോ നിങ്ങൾക്ക്? കാസിം സുലൈമാൻ? ആ പേര് കേട്ടതും തലയിലൊരു ചുറ്റിക കൊണ്ട് അടിച്ച മാതിരി ആഭ്യന്തരമന്ത്രി കിടുങ്ങി. അത് കണ്ട് ജയശങ്കർ ചിരിച്ചു. എന്റെ കയ്യിൽ ചില ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, നാളത്തെ പത്രങ്ങൾക്ക് കൊടുക്കാൻ. മാത്രമല്ല ഇന്ന് വൈകിട്ടുള്ള TV ന്യൂസിന് നിറമേകാൻ ഞാനൊരു വീഡിയോ കാസറ്റും കരുതിയിട്ടുണ്ട്. വിളറി വെളുത്ത് ധരിച്ചിരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. എങ്കിലും ജയശങ്കർ വാതിൽ കടക്കും മുൻപ് അയാൾ വിളിച്ചു. ജയശങ്കർ. അയാൾ തിരിഞ്ഞു നിന്നു. പോകാൻ വരട്ടെ. എന്താണ് നിനക്ക് വേണ്ടത്? ഒന്നും വേണ്ട. ഞാൻ പറയാൻ വന്ന കാര്യം ഇനി നിങ്ങളോട് പറയാൻ ഉദ്ദേശമില്ല. അയാൾ പോയി. വിവശനായി മന്ത്രി നാട്ടകം ചന്ദ്രനെ നോക്കി. അയാളാകട്ടെ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയായിരുന്നു. ജയശങ്കർ ഓഫീസിൽ മടങ്ങിയെത്തി. അരമണിക്കൂർ കഴിഞ്ഞു. സസ്പെൻഷൻ ഓർഡർ കിട്ടിയില്ല. 1 മണിക്കൂർ കഴിഞ്ഞു. ഫാക്സ് മെഷീനിൽ ഉത്തരവ് വന്നില്ല. ജയശങ്കർ പതിയെ ചിരിച്ചു. മന്ത്രിയുടെ മനസ്സിലേക്ക് താൻ തീയാണ് കോരിയിട്ടിരിക്കുന്നത്. അവിടെ കിടന്നത് പൊള്ളിച്ചുകൊള്ളും. അനന്തനെ ചോദ്യം ചെയ്യാൻ കിട്ടിയെങ്കിലേ ഇനിയുള്ള കാര്യം അറിയാനാവൂ. അതിന് അയാൾ മുഖ്യമന്ത്രിയുടെ സഹായം തേടാൻ തീരുമാനിച്ചു. അതിനായി എണീൽക്കാൻ ഭാവിക്കുമ്പോഴാണ് ക്രൂദ്ധനായി കമ്മീഷണർ അനന്തൻ ഹാഫ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് പാഞ്ഞു വരുന്നത്. അധ്യായം 30. എവിടടാ മാധവനങ്കിൾ? ജയശങ്കറിന്റെ അരികിലേക്ക് വരുന്നതിനിടയിൽ തന്നെ അലറുകയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ അനന്തൻ. SP ജയശങ്കർ എക്സിക്യൂട്ടീവ് ചെയറിൽ പിന്നോട്ടാഞ്ഞിരുന്ന് കൗതുകത്തോടെ അനന്തനെ നോക്കി. പിന്നെ ഒരു പേപ്പർ വെയിറ്റ് എടുത്ത് കയ്യിൽ വെച്ച് തിരിച്ചു കൊണ്ടിരുന്നു. എന്താടാ ചോദിച്ചതിന് മറുപടി പറയാൻ നിന്റെ വായിൽ പഴമാണോ? കോപത്തോടെ അനന്തൻ ഒരു കസേര വലിച്ചിട്ട് ഇരുന്നു. എന്താ അനന്ത തന്റെ പ്രശ്നം? തികച്ചും സൗമ്യമായ ചോദ്യമായിരുന്നു ജയശങ്കറുടേത്. അനന്തൻ അണപ്പല്ലുകൾ കടിച്ചമർത്തി. മാധവൻ അങ്കിളിനെ ഇപ്പോൾ വിട്ടുകിട്ടണം എനിക്ക്.
അത് നടക്കുന്ന കാര്യമല്ലെന്ന് എന്നെപ്പോലെ തന്നെ തനിക്കും അറിയാവുന്ന കാര്യമല്ലേ? അനന്തന്റെ കണ്ണുകൾ കുറുകി. വാട്ട് യു മീൻ? എല്ലാം വഴി പോലെ മനസ്സിലാകും. ഹോം മിനിസ്റ്ററുടെ ഓർഡറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാധവൻ അങ്കിളിനെ താൻ വിട്ടു തന്നേ പറ്റൂ. പ്രൈം മിനിസ്റ്ററുടെ ഓർഡറും കൊണ്ട് താൻ വന്നാലും അയാളെ അങ്ങനെ ഇറക്കിക്കൊണ്ടു പോകാൻ കഴിയില്ല അനന്തൻ. അല്ലെങ്കിൽ താൻ ചെന്ന് ഹോം മിനിസ്റ്ററോട് പരാതി പറ. മാധവനെ വിട്ടുതരാൻ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞെന്ന് പറ. അനന്തൻ ചാടി എണീറ്റു. ഹോം മിനിസ്റ്ററെ കണ്ടിട്ട് ഞാൻ മടങ്ങി വരുന്നതുവരെ ഈ കസേരയിൽ താൻ ഉണ്ടായിരിക്കില്ലടോ. പറഞ്ഞത് അനന്തനാണ്. എന്നാൽ നീ തന്നെ ഇവിടെയും ഇരുന്നോ, നമുക്ക് കാണാം. ആ കാണാം. അനന്തൻ തറ ചവിട്ടിക്കുലുക്കി ഇറങ്ങിപ്പോയി. SP ജയശങ്കർ ഒരു സിഗരറ്റ് ചുണ്ടുകൾക്കിടയിൽ തിരുകി തീ പിടിപ്പിച്ചു. പിന്നെയും 5 മിനിറ്റ് കഴിഞ്ഞാണ് അയാൾ എണീറ്റത്. ഇത്തവണ ചീഫ് മിനിസ്റ്ററുടെ അരികിലേക്കാണ് പോയത്. ജയശങ്കറിന്റെ മൊഴിയും മറ്റും വളരെ ശ്രദ്ധയോടെയാണ് ചീഫ് മിനിസ്റ്റർ ദിവാകരൻ കേട്ടിരുന്നത്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നറിഞ്ഞാൽ യൂനൂസ് കുഞ്ഞിന് അതിഷ്ടമാവില്ല. പോരെങ്കിൽ അയാളുടെ പ്രിയപ്പെട്ടവനാണ് അനന്തൻ. അതുകൊണ്ട് DGP രാഘവ വാര്യരോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊള്ളാം. അതിനിടെ ജയശങ്കർ വേറെ ഒരു പദ്ധതി ഒരുക്കണം. അങ്ങനെയാകുമ്പോൾ ഞാൻ വകുപ്പിൽ കൈകടത്തിയെന്നുള്ള പരാതിയും യൂനൂസിനുണ്ടാവില്ല. തുടർന്ന് ദിവാകരൻ ജയശങ്കറോട് ചില കാര്യങ്ങൾ രഹസ്യമായി പറഞ്ഞു. സാർ, ജയശങ്കർ സല്യൂട്ട് ചെയ്ത് തിരിഞ്ഞു നടക്കാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോൾ ദിവാകരൻ പിന്നെയും പറഞ്ഞു, വകുപ്പ് എന്റെ കയ്യിലല്ല എന്നുള്ളതിനാൽ എനിക്ക് വേണ്ട പോലെ തന്നെ സഹായിക്കാൻ കഴിയില്ല. പക്ഷേ എന്റെ എല്ലാവിധ സപ്പോർട്ടും തനിക്കുണ്ടായിരിക്കും. അതുപോരെ? മതി സാർ, എങ്കിൽ പൊയ്ക്കോളൂ. ജയശങ്കർ പോയി. പിറ്റേന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്ത കണ്ട് കമ്മീഷണർ അനന്തൻ അമ്പരന്നു. അയാൾ പത്രം ചുരുട്ടിയെറിഞ്ഞു. സെൻട്രൽ ജയിലിലെ ഗാർഡ് സത്യരാജിന്റെ കൊലപാതകം മുതൽ ഉണ്ടായ സംഭവങ്ങൾ, അനന്തന്റെ ഭാര്യ വീട്ടിൽ പോലീസ് നായി എത്തിയതും തുടർന്ന് മാധവന്റെ മൊഴിയും. അനന്തനും ശത്രുപാളയത്തിലാണെന്ന് തോന്നും വിധമാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. സ്കൗണ്ട്രൽസ്. അനന്തൻ പല്ല് കടിച്ചമർത്തി. ആ നിമിഷം ഫോൺ ശബ്ദിച്ചു. അയാൾ റിസീവർ എടുത്തു. യെസ്, DGP രാഘവ വാര്യർ. സാർ, താൻ രാവിലെ ഇങ്ങോട്ട് വരണം. സാർ. ഫോൺ കട്ടായി. ചിന്താഭാരത്തോടെയാണ് അനന്തൻ റിസീവർ വെച്ചത്. DGP സാർ വിളിക്കാൻ കാരണം ഈ പത്രവാർത്ത തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. തെല്ലുനേരം ചിന്തിച്ചിട്ട് അയാൾ ആഭ്യന്തരമന്ത്രിക്ക് ഫോൺ ചെയ്തു. വിവരങ്ങളൊക്കെ പറഞ്ഞു. അവിടെ നിന്നുള്ള മറുപടി കേട്ടപ്പോൾ അയാളുടെ മുഖത്തെ കനത്ത ഭാവം തെല്ലെന്നയഞ്ഞു. 9 മണിയോട് കൂടിയാണ് അനന്തൻ തന്റെ കാറിൽ കയറിയത്. DGP ഓഫീസിലേക്ക് ഡ്രൈവറോട് നിർദ്ദേശിച്ചു. കാർ നീങ്ങി. പിൻസീറ്റിൽ ചാരിയിരിക്കുമ്പോൾ ചിന്താമഗ്നനായിരുന്നു കമ്മീഷണർ അനന്തൻ. കാര്യങ്ങൾ കൈപ്പിടിയിൽ നിന്നും വഴുതി പോകുന്നുവോ എന്ന് അയാൾ സംശയിച്ചു. DGP ഓഫീസിലെത്താൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. പൊടുന്നനെയാണ് അത് സംഭവിച്ചത്. ആ പ്രദേശത്തെ തന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഒരു സ്ഫോടന ശബ്ദമുയർന്നു. പിന്നാലെ വന്ന വാഹനങ്ങളുടെ ബ്രേക്കുകൾ ആഞ്ഞമർന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ കാറ് തീ പിടിച്ച് ഭാഗങ്ങളായി ചിതറിത്തെറിക്കുന്നതാണ് ഏവരും കണ്ടത്. അന്തരീക്ഷത്തിലൂടെ എന്തോ പറന്നു വന്ന് 2 വാഹനങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്ന ഒരു ടാറ്റ ഇൻഡിക്കയുടെ ബോണറ്റിൽ വീണു. ഒപ്പം ഗ്ലാസിൽ കുറെ ചോരയും ചിതറിപ്പടർന്നു. ഡ്രൈവർ നടുക്കത്തോടെ നോക്കി. അതൊരു കൈപ്പത്തിയായിരുന്നു. കമ്മീഷണറുടെ കാറിന്റെ തൊട്ടു പിന്നാലെ വന്ന സുമയ്ക്കും സ്ഫോടനത്തിന്റെ ശക്തിയിൽ ഭാഗികമായി കേട് സംഭവിച്ചു. അതിലെ യാത്രക്കാർ ഭയന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. 2 ദിവസങ്ങൾ പിന്നിട്ടു. SP ജയശങ്കർക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളെ കരുതി സിറ്റി പോലീസ് കമ്മീഷണറുടെ ചാർജ് കൂടി നൽകുവാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. യൂനൂസ് കുഞ്ഞിന് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു ഇതെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെ മറ്റു മന്ത്രിമാരും പ്രതിപക്ഷവും ഒരുപോലെ ഈ ആവശ്യം മുന്നോട്ട് വച്ചപ്പോൾ അനുസരിക്കാതിരിക്കാനായില്ല. അമർഷവും അത്ഭുതവുമായിരുന്നു ആഭ്യന്തരമന്ത്രി യൂനൂസ് കുഞ്ഞിന്. ആരെയും വകവയ്ക്കാത്ത ആ ബാസ്റ്റഡിന് ഇത്രമാത്രം പിന്തുണ എങ്ങനെ കിട്ടുന്നു? അവന്റെ ഒരു ചീത്തവിളിയെങ്കിലും വാങ്ങാത്ത ഒരു നേതാവും കാണില്ല എന്നതാണ് മന്ത്രിയുടെ വിചാരം. എന്നിട്ടും ഇപ്പോൾ എല്ലാവർക്കും തലസ്ഥാന നഗരത്തിന്റെ മാനം കാക്കാൻ അവൻ തന്നെ വേണം. വിരോധാഭാസം എന്നല്ലാതെ എന്തു പറയാൻ? ഇങ്ങനെ ഒരു പിന്തുണ ജയശങ്കർക്ക് കിട്ടുവാൻ കാരണം നീതിക്ക് നിരക്കാത്തതൊന്നും അയാൾ ചെയ്യുകയില്ല എന്ന ഒറ്റ കാരണം തന്നെയായിരുന്നു. സാധാരണക്കാരന്റെ മനസ്സിൽ ജയശങ്കർക്ക് ദൈവതുല്യമായ ഒരു സ്ഥാനമാണ്. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ജയശങ്കറോളം കരുത്തനായ മറ്റൊരു പോലീസ് ഓഫീസറില്ല കേരളത്തിൽ എന്ന് അവർ വിശ്വസിക്കുന്നു. മന്ത്രിമാരിൽ പലർക്കും ജയശങ്കറെ ഇഷ്ടമല്ല.
പക്ഷേ റെഡ് വോൾഫിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഏതു നിമിഷവും തങ്ങളും ഉൾപ്പെടാമെന്ന് അവർക്കും ഭയമുണ്ട്. അതിനാൽ ഈയൊരു ഘട്ടം തരണം ചെയ്യാനും ആ ഭീകരരെ അമർച്ച ചെയ്യാനും ജയശങ്കർ കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് അവരും ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നത്. DGP തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചുമതല കൂടി ജയശങ്കറെ ഏൽപ്പിക്കാൻ പോകുന്ന വാർത്ത അയാളെ മൊബൈൽ ഫോണിൽ വിളിച്ചറിയിച്ചത്. അപ്പോൾ ജയശങ്കർ മുൻ DGP മുകുന്ദൻ മേനോന്റെ വീട്ടിലായിരുന്നു. വിവരമറിഞ്ഞപ്പോൾ മേനോനും പറഞ്ഞു, അതേതായാലും നന്നായി ജയ, ഇനി നിനക്ക് കൂടുതൽ കരുത്തോടെ റെഡ് വുൾഫിനെതിരെ ആഞ്ഞടിക്കാനാവും. ജയശങ്കർ ചിന്താഭാരത്തോടെ ഒന്ന് മൂളി. പൂജ അങ്ങോട്ട് വന്നു. വെൽക്കം മിസ്റ്റർ കമ്മീഷണർ. പോടി അവിടുന്ന്. അയാൾ കൈ ഓങ്ങി. ഇനി ഞങ്ങളുടെ പത്രത്തിന് കുറെ ഹോട്ട് ന്യൂസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. മേനോൻ മുന്നിൽ ഇരുന്നത് കാരണം അയാൾ ചിരിച്ചതേയുള്ളൂ. രാവിലെ 10 മണി. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിനു മുന്നിൽ SP ജയശങ്കറുടെ മാരുതി ജിപ്സി ബ്രേക്കിട്ട് നിന്നു. പാറാവുകാരൻ അറ്റൻഷനായി. ചടുലമായ ചുവടുകളോടെ അയാൾ ഇറങ്ങി അകത്തേക്ക് പോയി. രാത്രി കനത്തിരുന്നു. ആ JCB മുന്നോട്ട് കുതിക്കുകയായിരുന്നു. അതിന്റെ മുന്നിലെ 6 ലൈറ്റുകളിലും വന്യമായ ഭാവമായിരുന്നു. എല്ലാം ചുട്ടരിക്കാൻ വെമ്പുന്ന ഭാവം. ഏത് പ്രതിബന്ധത്തെയും തകർത്തെറിയുവാൻ അതിന്റെ മുന്നിലെ ബ്ലേഡ് തയ്യാറായിരുന്നു. അതിൽ 4 പേർ ഉണ്ടായിരുന്നു. ക്ലീൻ ഹൗസിന് മുന്നിലെത്തിയതും അതുവരെയുണ്ടായിരുന്ന വൈദ്യുതി ബന്ധം പൊടുന്നനെ വേർപെട്ടു. ക്ലീൻ ഹൗസിന് ചുറ്റും ഉണ്ടായിരുന്ന സെർച്ച് ലൈറ്റുകളെ ഇരുൾ വിഴുങ്ങി. പ്രപഞ്ചം തന്നെ പൊടുന്നനെ അന്ധകാരത്തിൽ അമർന്നു പോയതുപോലെ. ക്ലീൻ ഹൗസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് അലർട്ടായി. JCB ആ ക്ഷണം ക്ലീൻ ഹൗസിന്റെ ഗേറ്റിന് നേരെ വെട്ടിത്തിരിഞ്ഞു. ഗേറ്റ് മാത്രമല്ല, അതോടൊപ്പം മതിലിന്റെ കുറെ ഭാഗവും അതിന്റെ ബ്ലേഡിൽ കുരുങ്ങി. എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് JCB അകത്തേക്ക് അലറിപ്പാഞ്ഞു. ഗേറ്റിന് മുന്നിലുണ്ടായിരുന്ന കാക്കിധാരികൾ അതിനടിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു. ജനറേറ്റർ ഓൺ ചെയ്യാനായി ഓടിയ പോലീസുകാർ ഇരുളിൽ നിന്നും ചീറിയെത്തിയ തോക്കിൻ പാത്തിക്കൊണ്ടുള്ള താടനത്തിൽ തല്ലിയലച്ച് വീണു. ക്ലീൻ ഹൗസിന്റെ ഒരു ഭാഗത്തെ ഭിത്തിയും തകർത്തുകൊണ്ടാണ് JCB വന്നത്. അതിൽ നിന്നും ഇരുട്ടിന്റെ കനത്ത കട്ടകളായി സ്റ്റൺ ഗണ്ണുകളും കയ്യിലേന്തി ആ 4 പേരും തറയിലേക്ക് ചാടി. അധ്യായം 31. എന്താണുണ്ടായതെന്ന് മനസ്സിലാക്കാനുള്ള നേരം പോലും പോലീസുകാർക്ക് കിട്ടിയില്ല. അതിനുള്ളിലാണ് അത്രയും നടന്നത്. എന്തായാലും അപകടമാണെന്ന് ഉറപ്പായതോടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആയുധങ്ങളുമായി JCBക്ക് നേരെ കുതിച്ചു. അതിൽ നിന്നും ചാടിയിറങ്ങിയവർ അപ്പോഴേക്കും ഇരുട്ടിനെ മറയാക്കി എങ്ങോട്ടോ നീങ്ങിക്കഴിഞ്ഞിരുന്നു. JCB ഭിത്തിയിൽ വന്നിടിച്ചപ്പോൾ ആ കെട്ടിടം തന്നെ കിടുങ്ങിപ്പോയിരുന്നു. ചീഫ് മിനിസ്റ്റർ ദിവാകരനും മാലിനിയും ഞെട്ടി ഉണർന്നു. കാര്യമെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും മാലിനിയുടെ നാവിൻ തുമ്പിൽ നിന്നടർന്ന് അടക്കിയ ഒരു നിലവിളിയാണ്. ദിവാകരൻ ലൈറ്റിന്റെ സ്വിച്ചിട്ട് നോക്കി. ഇല്ല, വൈദ്യുതി ബന്ധം പാടെ പോയിരിക്കുകയാണ്. പുറത്ത് എന്തൊക്കെയോ ബഹളങ്ങൾ കേട്ടു. മാലിനി, എന്തായാലും വാതിൽ തുറക്കരുത് പറഞ്ഞിട്ട് ദിവാകരൻ സെൽഫോൺ എടുത്തു. എപ്പോഴും കൈകാര്യം ചെയ്യുന്നതായിരുന്നതിനാൽ സിറ്റി പോലീസ് കമ്മീഷണർ ജയശങ്കറെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ജയശങ്കർ അറിയിച്ചു. അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സാർ ഞാൻ. അങ്ങ് വാതിലോ ജനാലയോ തുറക്കരുത്. ഞാൻ വന്ന് വിളിക്കും വരെ മറ്റൊരു ശബ്ദത്തെയും വിശ്വസിക്കരുത്. ഫോൺ ഓഫ് ചെയ്തിട്ട് ജയശങ്കർ ജിപ്സി വെട്ടിത്തിരിച്ചു. നഗരത്തിന്റെ മാറ് പിളർന്ന് വന്യമായ വേഗതയിൽ ഒരു JCB അലറിക്കുതിക്കുന്നുവെന്ന് ഫ്ലൈയിങ് സ്ക്വാഡിന്റെ മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ ഇറങ്ങിത്തിരിച്ചതാണ് ജയശങ്കർ. അവസാന നിമിഷമാണ് JCB ചീഫ് മിനിസ്റ്ററുടെ വസതിയിലേക്കാണ് പോയിരിക്കുന്നത് എന്നറിഞ്ഞത്. ഗേറ്റിൽ എത്തിയപ്പോൾ അയാളുടെ കാൽ ബ്രേക്കിൽ അമർന്നു. കാരണം ഗേറ്റിനരികിൽ ചതഞ്ഞരിഞ്ഞു കിടക്കുന്ന ചോരക്കട്ടകൾ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അയാൾ കണ്ടിരുന്നു. ജയശങ്കർ ജിപ്സിയുടെ ലൈറ്റുകൾ അണച്ചില്ല. ആ വെളിച്ചത്തിൽ JCBയും കാണാമായിരുന്നു. ആസന്നമായ അപകടത്തിന്റെ ഭീകരത പ്രഥമ ദൃഷ്ട്യാ തന്നെ അയാൾക്ക് വ്യക്തമായി. അപ്പോൾ ആ മനസ്സിൽ ഒരേയൊരു സംശയം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ചീഫ് മിനിസ്റ്റർ ബാക്കിയുണ്ടോ? അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഈ കാക്കി അണിഞ്ഞിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. റിവോൾവർ വലിച്ചെടുത്തുകൊണ്ട് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ജയശങ്കർ പുറത്തേക്ക് കുതിച്ചു. ഇരുളിൽ വെടിയൊച്ചകൾ കേട്ടു. പോലീസുകാരും ശത്രുക്കളും ഏറ്റുമുട്ടുകയാണ്. ഒരു പോലീസുകാരൻ കൂടി ജനറേറ്റർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഓടിച്ചെന്നു. അടുത്ത സെക്കൻഡിൽ ഒരു ബുള്ളറ്റ് അയാളുടെ മാറ് പിളർന്നു. വല്ലാത്തൊരു നിലവിളിയോടെ അയാളും തല്ലി അലച്ച് വീണു. പൊടുന്നനെ അവിടേക്ക് ഒരു ടോർച്ചിൽ നിന്നുതിർന്ന വെളിച്ചം പടർന്നു വന്നു. അത് ഒന്ന് വട്ടം കറങ്ങിയപ്പോൾ പോലീസുകാരനെ വെടിവെച്ച് വീഴ്ത്തിയ യന്ത്രത്തോക്ക് ധാരിയിൽ പതിഞ്ഞു. അയാൾക്ക് തോക്ക് തിരിക്കാനേ കഴിഞ്ഞുള്ളൂ. അടുത്ത സെക്കൻഡിൽ വെളിച്ചത്തിന്റെ നേർരേഖയിലൂടെ ഒരു കറുത്ത പൊട്ടായി ബുള്ളറ്റ് പറന്നു വന്നു.
യന്ത്രത്തോക്കുധാരിക്ക് തെന്നിമാറുവാൻ അവസരം കിട്ടിയില്ല. അയാളുടെ തൊണ്ടക്കുഴിയിലാണ് വെടിയുണ്ട പുളഞ്ഞിറങ്ങിയത്. തോക്ക് പിടിവിട്ട് വീണു. 1 സെക്കൻഡ് കഴിഞ്ഞ് അയാളും. SP ജയശങ്കർ അവിടെ എത്തി. ജനറേറ്റർ ഓൺ ചെയ്തു. എല്ലായിടത്തും വെളിച്ചം പരന്നു. ചീഫ് മിനിസ്റ്റർ ദിവാകരൻ ആശ്വാസത്തോടെ നിശ്വസിച്ചു. പക്ഷേ ആ ക്ഷണം ജനാലയ്ക്ക് പുറത്ത് ഒരു നിഴൽ പിടിച്ചു. സ്റ്റൺ ഗണ്ണിന്റെ പാത്തി ഗ്ലാസ്സിലാഞ്ഞു പതിഞ്ഞു. ഗ്ലാസ് ചിതറിത്തെറിച്ചു. ദിവാകരനും മാലിനിയും ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞു. ഗ്ലാസ് തകർന്ന ഭാഗത്തുകൂടി ഒരു ലോഹക്കുഴൽ അകത്തേക്ക് നീണ്ടു. അതിന് പിന്നിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ. മാലിനി പെട്ടെന്ന് ദിവാകരന് മുന്നിൽ ഒരു കവചമായി നിന്നു. അതേ അപ്പോൾ സാധിക്കുമായിരുന്നുള്ളൂ. ഒരിടത്തേക്കും ഓടി ഒളിക്കാനുള്ള അവസരമില്ല. പുറത്തു നിന്നിരുന്ന മനുഷ്യൻ ട്രിഗർ അമർത്തി. പക്ഷേ അതിനും 1 സെക്കൻഡ് മുൻപ് മറ്റൊരാൾ പക്ഷിയെപ്പോലെ പറന്നു വീണു. തോക്കിന്റെ ലക്ഷ്യം തെറ്റി. മൂളിപ്പറന്ന ബുള്ളറ്റുകൾ ഭിത്തിയിൽ തുളകൾ വീഴ്ത്തി. തോക്കുധാരിക്ക് വീണ്ടും ലക്ഷ്യം വെക്കാനുള്ള അവസരം കിട്ടിയില്ല. കാരണം കനത്തൊരു താടനം മുഖത്തേറ്റു. താടിയെല്ല് ഒടിഞ്ഞു തകർന്നതുപോലെയുള്ള വേദനയിൽ അയാൾ പിന്നോക്കം മലച്ചു. അവിടെ നിന്ന് നീൽക്കാൻ കഴിയും മുൻപ് മുന്നിൽ നിന്നിരുന്ന മനുഷ്യൻ അയാളുടെ നെറ്റിയിലേക്ക് നിറയൊഴിച്ചു. ആ തലയിൽ തീക്കൊള്ളി വീണ പാമ്പിനെ പോലെ അയാൾ അവിടെ കിടന്ന് പിടഞ്ഞു. ചീഫ് മിനിസ്റ്ററുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പാളി വന്ന വെളിച്ചത്തിൽ മിന്നായം പോലെ ആ മനുഷ്യൻ തന്റെ ശത്രുവിനെ കണ്ടു. ജയശങ്കർ. അടുത്ത നിമിഷം അയാളുടെ ജീവൻ പോകുകയും ചെയ്തു. ജയശങ്കർ ചില്ലുടഞ്ഞ ഭാഗത്തുകൂടി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. മുറിയിലെ ലൈറ്റ് അണച്ചിട്ട് ഭിത്തിയോട് ചേർന്ന് നിൽക്കൂ സാർ. മിനിസ്റ്റർ അപ്രകാരം ചെയ്തു. അവശേഷിച്ച ഭീകരന്മാരുമായി അപ്പോൾ ഏറ്റുമുട്ടുകയായിരുന്നു പോലീസ്. 2 പേരെ ക്ലീൻ ഹൗസിനുള്ളിൽ വെച്ച് തന്നെ അവർ വെടിവെച്ച് വീഴ്ത്തി. ഇനിയും അവരിൽ എത്ര പേർ അവശേഷിക്കുന്നുണ്ട് എന്നറിയില്ല. SP ജയശങ്കറും അകത്തേക്ക് കുതിച്ചു. പെട്ടെന്ന് JCB സ്റ്റാർട്ടായി. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. തോക്കുകൾ ഗർജിച്ചു. അതിന്റെ ബ്ലേഡിൽ തട്ടി ബുള്ളറ്റുകൾ തിരിച്ചു വന്നു. JCB പിന്നോട്ടു പോയി. അതിനു മുകളിൽ ഇരുന്ന ഇഷ്ടികയും സിമന്റും തറയിൽ വീണു. വീണ്ടും പോലീസ് ആക്രമിച്ചു. അതിനു മറുപടിയായി അതിൽ നിന്നും ബുള്ളറ്റുകൾ പറന്നു വന്നു. JCBയുടെ ലൈറ്റുകളിലെ കടുത്ത വെളിച്ചം കാരണം പോലീസുകാർക്ക് കണ്ണഞ്ചിപ്പോയി. അവർ പിന്നോട്ട് മാറി. SP ജയശങ്കർ ഓടിയെത്തിയപ്പോഴേക്കും JCB ഗേറ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ കിടന്നിരുന്ന ജിപ്സിയെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് അത് പാഞ്ഞുപോയി. ജയശങ്കർ എല്ലാ കേന്ദ്രങ്ങളിലേക്കും വയർലെസ് മെസ്സേജ് കൊടുത്തു. ആ JCBയിൽ ഉള്ളവരെ കസ്റ്റഡിയിൽ എടുക്കുക. തുടർന്ന് അയാൾ CMന്റെ വാതിലിൽ മുട്ടി വിളിച്ചു. സാർ, ഞാൻ ജയശങ്കറാണ്. അങ്ങേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വാതിൽ തുറന്നത് CM തന്നെയാണ്. ഐ ആം ആൾ റൈറ്റ്. അദ്ദേഹം പുഞ്ചിരിച്ചു. ജയശങ്കർക്ക് ആശ്വാസമായി. കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിച്ചിട്ട് അയാളും JCB തേടിയിറങ്ങി. പക്ഷേ അപ്പോഴേക്കും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് അത് കണ്ടെത്തിയിരുന്നു. വളരെ പ്രാധാന്യത്തോടെയാണ് മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ വധശ്രമം പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും കൈകാര്യം ചെയ്തത്. തക്ക സമയത്ത് ജയശങ്കറുടെ ഇടപെടൽ ഉണ്ടായതിനാൽ കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് അവർ തുറന്നെഴുതി. എന്നാൽ മുറിവേറ്റ രാജവെമ്പാലയാണ് വിക്രം സിംഗ് എന്ന് ജയശങ്കർക്ക് അറിയാമായിരുന്നു. തോൽവി ഒരിക്കലും സഹിക്കുന്നവനല്ല അയാൾ. ഏതു നിമിഷവും അയാൾ ആഞ്ഞടിക്കും, തർക്കമില്ല. കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുമ്പോഴും അയാളുടെ ചിന്ത മുഴുവൻ ഇത് തന്നെയായിരുന്നു. അന്ന് വൈകിട്ട് കോളേജിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്നു നിർമ്മല. ഒരു നീല ചുരിദാറായിരുന്നു അവളുടെ വേഷം. കൂടെ 2 കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. കോളേജ് ഗേറ്റിന് തൊട്ടരികിൽ തന്നെയായിരുന്നു ബസ് സ്റ്റോപ്പ്. അവർ അങ്ങോട്ട് പോകുമ്പോൾ പൊടുന്നനെ ഇരമ്പിപ്പാഞ്ഞു വന്ന ഒരു ടാറ്റ സുമോ തൊട്ടരികിൽ ബ്രേക്കിട്ടു. അവർ ഞെട്ടിത്തിരിഞ്ഞു. സുമോയിൽ നിന്നും 2 പേർ ചാടിയിറങ്ങി നിർമ്മലയെ പിടികൂടി. ടാറ്റ സുമോയിലേക്ക് അവളെ വലിച്ചു കയറ്റാൻ ഭാവിച്ചു. അവളുടെ പുസ്തകങ്ങൾ റോഡിൽ ചിതറി. അവൾ കുതറി. രംഗം കണ്ടുകൊണ്ട് നിന്നിരുന്ന ആൺകുട്ടികൾ ഓടി വന്നപ്പോഴേക്കും അവർ നിർമ്മലയെ സുമോയിൽ കയറ്റി കഴിഞ്ഞിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ നിലവിളിച്ചു. സുമോ മുന്നോട്ട് കുതിച്ചു. കുട്ടികൾ സ്തബ്ധരായി നിന്നു. കമ്മീഷണർ ഓഫീസ്. ഫോൺ ശബ്ദിച്ചു. ജയശങ്കർ അറ്റൻഡ് ചെയ്തു. റിസീവറിലൂടെ ഒഴുകിയെത്തിയ ശബ്ദം ലാവ കണക്കെ അയാളുടെ കാതുകളിൽ പതിഞ്ഞു. നോ! അയാളുടെ ഗർജനം ഭിത്തികളെപ്പോലും പിറകൊള്ളിച്ചു. ബാക്കി ഭാഗം നാളെ.